കുറയും. മൂന്നാമത്തെ പ്ലാറ്റ്ഫോം ഏതാ? ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻസ്റ്റ, ത്രെഡ്, ഫേസ്ബുക്ക്. ത്രെഡും ഇൻസ്റ്റാഗ്രാമും ഒന്നിൽ പെട്ടോട്ടെ. പിന്നെ ഫേസ്ബുക്ക് കഴിഞ്ഞ് പിന്നെ ഏതാ പ്ലാറ്റ്ഫോം ഉള്ളത്? നമ്മൾ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് യൂട്യൂബ് ആണോ? ഓക്കെ, യൂട്യൂബ് എടുക്കാം. ഓക്കെ, യൂട്യൂബ് ആക്ച്വലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ല, ഒരു സെർച്ച് എഞ്ചിൻ ആയിട്ടാണ് കൂട്ടുന്നത്. ഒരു വീഡിയോ പ്ലാറ്റ്ഫോം ആണ് കംപ്ലീറ്റ്ലി. പക്ഷെ ഇതിൽ നമുക്ക് പോസ്റ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ആളുകൾ ഗൂഗിളിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ രൂപത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ഒരു വീട് ഉണ്ടാക്കാൻ പോകുന്ന ഒരാള് അതിനാൾക്ക് ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട പല സംശയങ്ങളുണ്ടാവും. ഏത് ഡിസൈൻ വേണം, ഏത് മെറ്റീരിയൽ വേണം, അങ്ങനെ പല ഡൗട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് അവർക്ക് വിഷ്വലി അതിൻ്റെ ഇത് കിട്ടണം. അപ്പൊ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ബെസ്റ്റ് ലേറ്റസ്റ്റ് ഹോം ഡിസൈൻസോ അല്ലെങ്കിൽ ഗാർഡനിങ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ളത്. അപ്പൊ അതിൽ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസ് കിട്ടും, ഷോർട്ട് ആയിട്ടുള്ള. പിന്നെ ഇതുപോലത്തെ വൈഡ് വീഡിയോസ് കിട്ടും, ലെങ്തി വീഡിയോസ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് നല്ല ഇൻഫർമേഷൻ എടുക്കും, അവരുടെ മൈൻഡ് ക്ലാരിറ്റി ആക്കും. അപ്പൊ ഇതിന് ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആണ് ഇതിനെ കുറിച്ച് വീടിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ എഞ്ചിനീയറെ 1, 2, 3 തവണ കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഫെമിലിയർ ആവും. അപ്പൊ തോന്നുകയാണ് നമ്മുടെ വീടിന്റെ വർക്ക് ആ എഞ്ചിനീയർ കണ്ടു കൊടുത്താലോ. അപ്പൊ എന്തുകൊണ്ടാണ് ആ എഞ്ചിനീയർ അവരുടെ മൈൻഡിൽ കയറിയത് ചിന്തിച്ചു നോക്കാം അല്ലെ. ഇതന്നെയല്ലേ സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ അയാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട എന്ത് കണ്ടന്റ് ആണോ അതിലുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസിന്റെ കണ്ടന്റുകളും അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. കാരണം ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളത് കിട്ടണം. ഇത് തന്നെയല്ലേ നിങ്ങൾക്കൊരു സംശയം വരുമ്പോൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സുമായിട്ടുള്ള ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങൾ അത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചാലാണ് നിങ്ങളിലേക്ക് കസ്റ്റമർ ഇൻഡയറക്ട്ലി ഇതുപോലെ വരുള്ളൂ. അങ്ങനെ വരുന്ന കസ്റ്റമർ ഒരു 99% ട്രസ്റ്റ് ആയിരിക്കും. കാരണം അവർ വന്നാൽ തന്നെ പറയാം, നിങ്ങളെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് വിളിച്ചത് യൂട്യൂബിൽ നിന്ന്, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പൊ അവിടെ പ്രത്യേകിച്ചൊന്നും കൂടുതൽ സംസാരിക്കണ്ട, വേഗം കാര്യങ്ങൾ ഡീൽ ചെയ്ത് ക്ലോസ് ചെയ്ത് പോവാ. അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ പ്ലാറ്റ്ഫോം ആണ്. ഇതിൽ കംപ്ലീറ്റ്ലി വീഡിയോ പ്ലാറ്റ്ഫോം ആണ്. ആളുകൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ ലിങ്കുകൾ കൊടുക്കാം വാട്സപ്പിന്റെ, അല്ലെങ്കിൽ നമുക്കിതിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആളുകൾ കൂടുന്തോറും 2 മെത്തേഡിലും, ഒന്ന് നമുക്ക് നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ നിന്ന് മോണിറ്റൈസേഷൻ പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പല യൂട്യൂബേഴ്സും ഇതിനെ ശരിയായി ഉപയോഗിച്ചുകൊണ്ട് അവർ ബിസിനസ്സിനും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റുകളും ഇംപ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ടും പല ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ബിസിനസ് ഓണർക്കും ഇത് യൂസ് ചെയ്യാം. ഒരു ക്രിയേറ്റർ എന്നപ്പോ ഇന്ത്യയിൽ ഒരു പ്രൊഫഷണൽ ജോബായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എഞ്ചിനീയറും അതുപോലെ തന്നെ ഡോക്ടർ ആവാതെ ഇപ്പൊ ക്രിയേറ്റേഴ്സ് ആയിട്ടും വരുന്നുണ്ട്. കാരണം ഒരു ക്രിയേറ്റർ ആയിട്ട് ലൈഫ് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് നാളെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും. എന്തുകൊണ്ട്? കാരണം അത്രയും ഓഡിയൻസിനെ അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓഡിയൻസിനെ അവരുടെ ബിസിനസ്സിലെ സെയിൽ കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റും. ഒരു ബിസിനസ് ഓണർ എന്ത് ചെയ്യണം, ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിയേഷനിലേക്ക് വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തുക. ഇതിലുള്ളൊരു സുഖം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് ഒരു റീല് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ റീല് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെയും നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അതേ വീഡിയോ എന്ത് ചെയ്യുക, യൂട്യൂബിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും, അതിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്യുക അല്ലെ. എന്നിട്ട് നിങ്ങൾ എപ്പോഴും ഷോർട്സ്, ഇതുപോലുള്ള ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഒന്ന് ടൈറ്റിൽ ഉണ്ടാവും അല്ലെ, ടൈറ്റിൽ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പൊ ടൈറ്റിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഹാഷ് ഇതുപോലത്തെ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ഷോർട്സ് എന്ന് കൊടുക്കണം. അത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. പിന്നെ നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ലിങ്കുകൾ, നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്, ലാൻഡിംഗ് പേജ് ലിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്കുള്ള ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കൊടുക്കാം. ഓക്കെ, ഷോർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ. ഇനിയിപ്പോ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും ടൈറ്റിലും ഉണ്ട്, ഡിസൈനും ഉണ്ട്. ലെങ്തി വീഡിയോ ആണെങ്കിൽ ഷോർട്സ് ഉണ്ടാവില്ല കേട്ടോ, ഷോർട്സ് കൊടുക്കരുത്. ഷോർട്സ് ഇങ്ങനത്തത് മാത്രം കൊടുക്കുമ്പോൾ ഷോർട്സ്. അപ്പൊ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇതിലും അപ്ലോഡ് ചെയ്താൽ മതി, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ മതി, ത്രെഡിലോ തന്നെ ചെയ്താൽ. അപ്പൊ ഒരൊറ്റ എഡിറ്റിംഗ്, ഒരൊറ്റ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഈ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ, റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലേക്ക് കൂടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ അതിൽ ചെറിയ ചെറിയ ലൊക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലാംഗ്വേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക്
ലിസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഇന്റീരിയർ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് വർക്കുകൾ മാത്രം ചെയ്തൊരു 10 വീഡിയോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കസ്റ്റമറിന് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓഫീസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഫീസുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നോക്കുന്ന സമയത്ത് അവർക്ക് ഇത് എന്ത് ചെയ്യും, ഒരുമിച്ച് കിട്ടും. അപ്പൊ 10-30 വീഡിയോ ആണെങ്കിൽ ഇത് കിട്ടും. അതുപോലെ തന്നെ ഹോം അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ വേൾഡ് വൈഡ് എല്ലാവരും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള മീഡിയംസ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളൊരു ഫിസിക്കൽ ഓഫീസിനെ പോലെ തന്നെ ഒരു വിർച്വൽ ഓഫീസായിട്ട് കാണുക. കാരണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓഫീസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ഡെയിലി ആക്ടിവിറ്റി ചെയ്യുക. ആ ഡെയിലി ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ഈ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് വേണ്ടിയിട്ട് അത് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുക, ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വലിയ വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ച് പറയുന്നതും സർവീസുകളും ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് പല രീതിയിലേക്ക് അതിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൽ ആക്ടിവിറ്റികളൊക്കെ വരുന്നത്. കാരണം യൂട്യൂബിലൊക്കെ വരുന്ന എൻക്വയറീസ് പക്ക ജെന്യൂൻ ആയിരിക്കും. കാരണം ഡയറക്റ്റ് കസ്റ്റമർ വിളിക്കാതെ നമ്പറോ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, നിങ്ങൾക്കൊന്നും വലിയ റിസ്ക് ഒന്നുമില്ല. വളരെ ടെക്നിക്കലി ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാല് അത് തന്നെയാണ് നിങ്ങളുടെ ബിസിനസ് എൻഡ് ആവുന്നവരെ നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് നിങ്ങൾ കുറെ ടെക്നിക്കൊന്നും പഠിക്കേണ്ട. സോഷ്യൽ മീഡിയയെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ആ ഒരു പവർ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ സോഷ്യൽ മീഡിയസിൽ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഇത് ടിക്ക് ചെയ്യൂ, അവിടെ ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക, അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ബിസിനസ് ഓണർ പഠിക്കണമെന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എല്ലാം പഠിക്കുന്ന ആരാ, വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളാണ് അല്ലെ. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, എല്ലാതും പഠിക്കണം. ഒരു ബുക്കുണ്ടോ അതും പഠിക്കണം. കാരണം അതൊക്കെ ഇന്റർവ്യൂവിൽ ചോദിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടുള്ളൂ. അപ്പൊ ഓണറെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിച്ചോ, എങ്ങനെ പഠിച്ചോ, ഏത് വഴി ഉപയോഗിക്കുന്നോ, അൾട്ടിമേറ്റ് സെയില് കൂട്ടണം. അപ്പോൾ നമ്മൾ എല്ലാതും പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോവല്ലോ. നമുക്ക് സെയില് കൂട്ടാൻ എന്തൊക്കെയാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ അത് മാത്രം പഠിച്ചു ചെയ്താൽ മതി. കാരണം അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മളെല്ലാം പഠിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈ രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, പ്ലാറ്റ്ഫോമുകളെ ശരിയായിട്ട് ഉപയോഗിക്കുക. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഗൂഗിൾ മൈ ബിസിനസ്. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗൂഗിളിന്റെ ഫ്രീ ആയിട്ടുള്ള ടൂളാണ്. ചിലപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഈ ടൂളില് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല ഒരു ബെസ്റ്റ് കഫേ ഇൻ കാലിക്കറ്റ് അല്ലെങ്കിൽ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മാപ്പൊക്കെ നമ്മുടെ ഗൂഗിളിൽ വരാറില്ലേ, നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ. അങ്ങനെ നമുക്ക് ഗൂഗിൾ ഫ്രീ ആയിട്ട് തരുന്ന ഒരു സർവീസാണ് ഇത്. പല ബിസിനസ് ഓണേഴ്സും ശരിയായി യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിറയെ ക്വാളിറ്റി കസ്റ്റമേഴ്സിന്റെ കോൾസും മെസ്സേജും ഒക്കെ റിസീവ് ചെയ്തിട്ട് നന്നായിട്ട് ബിസിനസ് നന്നായിട്ട് പോകുന്ന ആളുകളുണ്ട്. കാരണം ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബെനിഫിറ്റ് ഒന്നല്ല, ഇതൊരു കിഡിലും ടൂളാണ്. ഇത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റുള്ള ടൂളുകൾ പോലെയല്ല, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളിപ്പോ ആരെങ്കിലും ഒരാൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാൾ അമേരിക്കന്നോ ലണ്ടനിന്നോ കേരളത്തിൽ നിന്നോ ഇന്ത്യക്ക് എവിടെ നിന്നോ ആയിക്കോട്ടെ സെർച്ച് ചെയ്തപ്പോ ബെസ്റ്റ് കഫേ കാലിക്കറ്റ് ഇതിൽ വന്നു, ബെസ്റ്റ് എന്നുള്ളൊരു കീവേഡ് വന്നു, കഫേ എന്ന് പറയുന്ന കാറ്റഗറി ബിസിനസ് കാറ്റഗറി വന്നു, ലൊക്കേഷൻ ആണെങ്കിലോ കാലിക്കറ്റ് വന്നു. അപ്പൊ ഇതാണ് സെർച്ച് മോഡ്. അപ്പോ ഒരാളിപ്പോ ഡൽഹിയിൽ ഇരുന്നിട്ട് നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ട് കാലിക്കറ്റ് വരുന്നെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ സെർച്ച് ചെയ്യാം ബെസ്റ്റ് കഫേ ഇൻ കാലിക്കറ്റ്. അപ്പൊ ഡൽഹി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ബെസ്റ്റ് കഫേ ഇൻ കാലിക്കറ്റ് എന്ന് പറയാം. അയാൾ കാലിക്കറ്റ് എത്തിക്കഴിഞ്ഞാലോ ബെസ്റ്റ് കഫേ നിയർ മീ എന്നാവും. അപ്പൊ അങ്ങനെയൊക്കെ മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഗൂഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ടൂളാണ്. ആ കൊടുക്കുന്ന കസ്റ്റമർ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ്സിന് കാര്യങ്ങൾ ഫോട്ടോസ് നോക്കും, അഡ്രസ്സ് നോക്കും, ലൊക്കേഷൻ നോക്കും, എന്തൊക്കെ സർവീസ് ആണ് കൊടുക്കുന്നത്, റിവ്യൂസ് നോക്കും, ഇതൊക്കെ നോക്കിയിട്ട് അവർ നമ്മൾ എന്ത് ചെയ്യും, കോൾ ചെയ്യും, എനിക്ക് നിങ്ങളുടെ സർവീസ് വേണമെന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ബിസിനസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഗൂഗിൾ. ഓക്കെ, അപ്പോ ഒരു ലോങ്ങിൽ ഇത് സെർച്ച് ചെയ്യുന്ന ആളുകൾക്കും അവിടെ എത്തിയിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മുടെ കസ്റ്റമറിനെ ഈസി ആയിട്ട് ഗൂഗിൾ എന്ത് ചെയ്യും, നമ്മളെ അടുത്ത് എത്തിച്ചേരും. അപ്പൊ ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്, ഒരുപാട് പറഞ്ഞ് എത്ര താങ്ക് യു പറഞ്ഞാലും പറ്റില്ല, അത്രയും സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്,
നമുക്ക് മാപ്പ് ഇപ്പോ ഡൽഹിയിലുള്ള ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പാടില്ലെങ്കിൽ ഇതിന്റെ മാപ്പ് ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. കറക്റ്റ് ആ മാപ്പ് അയച്ചു കൊടുത്താൽ ഡൽഹിയിൽ നിന്ന് കസ്റ്റമർ കാലിക്കറ്റ് നമ്മുടെ ഷോപ്പിലെത്തും. അപ്പൊ മാപ്പ് വരുന്നുണ്ട്. പിന്നെ കസ്റ്റമറിന് നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒക്കെ ഇത് നോട്ട് ചെയ്യാം. മാപ്പ് ഓപ്ഷൻ ഉണ്ട്, കോൾ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ മെസ്സേജുകൾ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതാ റിവ്യൂസ് തരാൻ പറ്റും അല്ലെ. നമ്മളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ റിവ്യൂസ് തരും. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫോട്ടോസുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസ് നമുക്കിതിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വാല്യൂ കൂട്ടി വരും. അപ്പൊ കസ്റ്റമറിനും ഡയറക്റ്റ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ, നമുക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പോസ്റ്റുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് ഗൂഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ലൈവ് പെർഫോമൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക് ഇതിലൂടെ നമുക്ക് SEO പ്രോസസ്സും കൂടി കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ നല്ല ട്രാഫിക് കൂടുന്തോറും ഈ ഗൂഗിൾ തന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ടോപ്പിലേക്ക് എത്തും. അപ്പൊ ഏതൊരാളും സെർച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പ് 5 മാപ്പുകളോ അല്ലെങ്കിൽ ടോപ്പ് 10 മാപ്പുകളായിരിക്കും കൂടുതലും ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്രത്തോളം ആക്ടിവിറ്റി കൂട്ടുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോം കൂടുതൽ കസ്റ്റമറിനെ തരും. കസ്റ്റമർ തരിക എന്നാൽ ഇതിൽ വിസിബിലിറ്റി കൂടുന്നതോറും കസ്റ്റമറിന് പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആളുകൾ നമ്മുടെ കസ്റ്റമർ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തും. ശരിക്കും ഇതൊരു കംപ്ലീറ്റ്ലി ഫ്രീ ടൂളാണ്. ഈ ഒരു ടൂളിൽ നമുക്ക് ഒരു ഇതും കൂടി കിട്ടുന്നുണ്ട്, ഒരു വെബ് പോർട്ടൽ പോലെ കിട്ടുന്നുണ്ട് ചെറിയ രീതിയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും സർവീസ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റുകൾ, പല ഓപ്ഷൻസ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ശരിയായിട്ട് ഉപയോഗിക്കാൻ ഡെയിലി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റുകൾ ഇതിലും കൂടി ഇടാൻ ശ്രമിക്കാം. നമ്പേഴ്സ് ഒന്നും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് ആഡ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യം കൊടുക്കാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്പർ കോളത്തിൽ കൊടുക്കാതിരിക്കുക, ഇമേജും വീഡിയോസും ഒക്കെ എടുത്തോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഗൂഗിൾ മൈ ബിസിനസ് ആക്ച്വലി നാലാമത്തെ അല്ലേ? ഓക്കെ, നാലാമത്തെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 ടൂളുകൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഈ 4 ടൂളുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അഞ്ചാമത്തെ ഏതാണ്? അഞ്ചാമത്തെ നോർമലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിസിനസ് വാട്സപ്പ് ആണ് അല്ലെ. നോർമൽ വാട്സപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ബിസിനസ് വാട്സപ്പ്. ഓക്കെ, ബിസിനസ് വാട്സപ്പ് എന്തുകൊണ്ട് ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റയുടെ കൂടുതൽ ഫംഗ്ഷൻസ് കിട്ടുന്നത് ബിസിനസ് വാട്സപ്പിലാണ്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റുകൾ ചെയ്യാന്നുണ്ടെങ്കിൽ ബിസിനസ് വാട്സപ്പ് വേണം. പിന്നെ ബിസിനസ് വാട്സപ്പിൽ നിങ്ങൾക്ക് കാറ്റലോഗ് സെറ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റികൾ, പല ഓപ്ഷനുകളുണ്ട്. പിന്നെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഒരു 99 രൂപയുടെ നമ്മുടെ ബിഗിനേഴ്സിന്റെ കോഴ്സ് ആരൊക്കെ എടുത്തിട്ടുണ്ടോ അവർ നമുക്ക് 99 ബിഗിനേഴ്സ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു അരുൺ എന്ന് പറയുന്ന ആള് 99 എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതിൽ പോയിട്ട് ഇയാളുടെ ഒരു ടാഗ് ചെയ്യാൻ പറ്റും. ഇയാള് നമ്മുടെ 99 ഈ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇയാൾ ഈ ലിസ്റ്റിലേക്ക് പോകും. അപ്പൊ നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ഇത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 99 കോഴ്സ് ആരൊക്കെ എടുത്തുള്ളത്. ഈ രീതിയിലേക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് 6000 കോഴ്സ് ആരൊക്കെ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് ആരൊക്കെ എടുത്തിട്ടുണ്ട്, DFR മെമ്പേഴ്സിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും ബിസിനസ് വാട്സപ്പിനെ. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ പേയ്മെന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, നമ്മളുടെ വെബ്സൈറ്റുകൾ സോഷ്യൽ മീഡിയ ലിങ്ക് കണക്ട് ചെയ്യാൻ, ആഡ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ, സപ്പോർട്ട്, ഇതൊക്കെ കിട്ടുന്ന ഒരു നല്ല ഒരു ടൂളാണ്. അതിൽ ഈ പ്ലാറ്റ്ഫോം ഒരു 70% അല്ലെങ്കിൽ 90% ഫ്രീ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും കസ്റ്റമേഴ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൂളാണ്. സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിനെ ശരിക്കും ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരു ബിസിനസ് വാട്സപ്പ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിൽ കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യാം, ചാനൽസ് ബിൽഡ് ചെയ്യാം, ഗ്രൂപ്പുകൾ ബിൽഡ് ചെയ്യാം. ഒരു 100 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരൊറ്റ മെസ്സേജ് അതിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 100 പേർക്ക് നിങ്ങളുടെ ഡാറ്റയിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ നർച്ചർ ചെയ്യാനും അവരെ ഫോളോ അപ്പ് ചെയ്യാനും പറ്റുന്ന ടൂളാണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ട്, കോൾ ഓപ്ഷൻ ഉണ്ട്, പിന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഗൂഗിൾ മീറ്റ് ഇല്ലെങ്കിലും സൂം ഇല്ലെങ്കിലും ഇതിൽ തന്നെ പകുതി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആണ് ബിസിനസ് വാട്സപ്പ് എന്ന് പറയുന്നത്.
ഇതും നിങ്ങളുടെ ബിസിനസ്സിൽ മസ്റ്റ് ആയിട്ട് ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം. ഓക്കെ, പലരും ഇപ്പോഴും പ്രോപ്പർ ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, ചുമ്മാ മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കുക. ഇനി ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജ് അയക്കുന്ന സിസ്റ്റം ചിലപ്പോൾ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത് വരാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് കാര്യങ്ങൾ നിങ്ങൾ നോർമലി ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ, അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യാം. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഒരു മീഡിയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്.